അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നായി വിശേഷിക്കപ്പെടുന്ന ഇറാൻ നടപടി ലോകത്തെ ഒരു പുതിയ യുദ്ധമുനയിൽ എത്തിച്ചിരിക്കുകയാണ്. 6 ആഴ്ച നീണ്ടുനിന്ന അതിശക്തമായ US-ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിനൊടുവിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നത് തന്ത്രപരമായ വിജയമായി വാഷിംഗ്ടൺ ഉയർത്തിക്കാട്ടുമ്പോഴും യാഥാർത്ഥ്യം ഇതിലും സങ്കീർണമാണ്. ഈ സൈനിക നടപടി ഇറാനെ തളർത്തുന്നതിന് പകരം ലോകത്തെ ഒരു വൻ സാമ്പത്തിക തകർച്ചയിലേക്കും നയതന്ത്ര ഒറ്റപ്പെടലിലേക്കുമാണ് നയിക്കുന്നതെന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനിലെ പരമാധികാരത്തിന്റെ ആസ്ഥാനമായ ബൈത്ത് റഹ്ബരിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘാതമാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം പ്രതീക്ഷിച്ചതുപോലെ ഇറാൻ ഭരണകൂടം തകർന്നു വീണില്ല എന്നതും ശ്രദ്ധേയമാണ്. ഖമേനിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനിലെ കരുത്തരായ IRGC അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. മൊജ്തബയുടെ നിയമനം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ആക്രമണത്തിൽ പരിക്കേറ്റു കോമയിലാണെന്നും ചികിത്സയിലാണെന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവരുന്ന ഓരോ പ്രസ്താവനയും അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ പ്രതികാരം പ്രഖ്യാപിക്കുന്നവയാണ്. ഇറാനിലെ അധികാര കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഭരണമാറ്റം എന്ന അമേരിക്കൻ ലക്ഷ്യം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രമുഖ നിരീക്ഷകൻ ആഡം പ്രോഗ്രന്റ് നിരീക്ഷിക്കുന്നു. ഖമേനിയുടെ മരണം ഇറാനിലെ ജനവികാരത്തെ അമേരിക്കയ്ക്കെതിരെ കൂടുതൽ ഒന്നിപ്പിക്കാനാണ് സഹായിച്ചത്. സൈനിക പോരാട്ടത്തെക്കാൾ ലോകത്തെ ഭയപ്പെടുത്തുന്നത് ഇറാൻ സ്വീകരിച്ച സാമ്പത്തിക പ്രതിരോധ നടപടിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചു. ഹോർമുസ് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ ബാരലിന് ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് നിരക്കിലെത്തി. ഇത് ലോകമെമ്പാടുമുള്ള ഗതാഗത വ്യവസായ മേഖലകളെ സ്തംഭിപ്പിച്ചു. അമേരിക്കയിലും ബ്രിട്ടനിലും പണപ്പെരുപ്പം കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. സാധനങ്ങളുടെ വില ഇരട്ടിയായതോടെ ട്രംപ് ഭരണകൂടത്തിന് ആഭ്യന്തരമായി വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നു. 2026 തിരഞ്ഞെടുപ്പിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകും. യുദ്ധവിജയത്തെക്കാൾ വോട്ടർമാരെ ബാധിക്കുന്നത് അവരുടെ പോക്കറ്റിലെ ചോർച്ചയാണെന്ന തിരിച്ചറിവ് അമേരിക്കൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നു. ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അമേരിക്കയുടെ ദീർഘകാല സുഹൃത്തുക്കളെ പോലും അകറ്റിയിരിക്കുകയാണ്. യുദ്ധത്തിന് പൂർണ്ണ പിന്തുണ നൽകാതിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ കടലാസ് പുലികൾ എന്ന് വിളിച്ച് ട്രംപ് ആക്ഷേപിച്ചത് നാറ്റോ സഖ്യത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ പരിഹസിച്ച ട്രംപിന്റെ നടപടി ലണ്ടനും വാഷിംഗ്ടണും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്ന ട്രംപിന്റെ ഭീഷണി യൂറോപ്പിനെ സ്വന്തം പ്രതിരോധ മാർഗങ്ങൾ തേടാൻ നിർബന്ധിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര സാഹചര്യം റഷ്യയ്ക്കും ചൈനയ്ക്കും രാഷ്ട്രീയമായി വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നതും. അമേരിക്കയുടെ സ്വാധീനം കുറയുന്നയിടങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ വൻശക്തികൾ ശ്രമിക്കുന്നു. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും തകർത്തുവെന്ന പെന്റഗണിന്റെ അവകാശവാദങ്ങൾക്കിടയിലും അമേരിക്കയ്ക്ക് ചില കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ F-50 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത് ലോകത്തെ ഞെട്ടിച്ചു. ഒരു വിമാനം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ സാങ്കേതികവിദ്യയെ മറികടക്കാൻ പ്രാപ്തമാണെന്ന് ഇറാൻ തെളിയിച്ചു. കൂടാതെ തകർന്ന വിമാനത്തിലെ പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടയിൽ അമേരിക്കയ്ക്ക് സ്വന്തം വിമാനങ്ങൾ തന്നെ ബോംബിട്ട് നശിപ്പിക്കേണ്ടി വന്നതും വലിയ നാണക്കേടായി. ഇറാന്റെ പക്കൽ US സൈനികൾ ബന്ദികളാകുന്നത് ഒഴിവാക്കാനാണ് ഇത് ചെയ്തതെങ്കിലും സൈനിക നേതൃത്വത്തിന് ഇത് വലിയ തിരിച്ചടിയായി മാറി. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമാണ്. ഖമേനിയുടെ മരണശേഷവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. പുതിയ നേതൃത്വം ആണവായുധ നിർമ്മാണത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ നീങ്ങുമെന്നും ഭയപ്പെടുന്നു. കടലിടുക്ക് തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. ലോകം ഇപ്പോഴും ഒരു സാമ്പത്തിക സ്തംഭനത്തിന്റെ മുൻപിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താവളങ്ങൾക്കും ഭീഷണിയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയത്തുള്ള അലി ഖമേനിയുടെ വധം ഒരു സമ്പൂർണ്ണ വിജയമായിരിക്കാം. എന്നാൽ ലോകത്തിന് ഇത് നൽകുന്നത് കടുത്ത അനിശ്ചിതത്വമാണ്. ഒരു വശത്ത് ഇന്ധനവില വർധനവ് മൂലമുള്ള ദാരിദ്ര്യം, മറുഭാഗത്ത് നാറ്റോ പോലുള്ള സഖ്യങ്ങളുടെ തകർച്ചയും ലോകത്തെ 2 ധ്രുവങ്ങളിലേക്ക് മാറ്റുന്നു. ഇറാൻ എന്ന ശക്തിയെ ഇല്ലാതാക്കുന്നതിന് പകരം കൂടുതൽ തീവ്രവും നിഗൂഢവുമായ ഒരു ഭരണക്രമത്തിന് കീഴിലേക്ക് ആ രാജ്യത്തെ തള്ളിവിടാനാണ് ഈ യുദ്ധം കാരണമായത്. വരാനിരിക്കുന്ന മാസങ്ങൾ ലോകക്രമത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. ട്രംപിന്റെ ഈ സൈനിക സാഹസികത അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന്റെ അന്ത്യമാണോ അതോ ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കും.